അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ആകെ ഉണ്ടാവുന്ന സമയം ഈ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളായിട്ടാണ്. ബാക്കിയൊക്കെ ശനിയായാലും ഞായറായാലും ബാക്കി എന്ത് പ്രശ്നം ഉണ്ടായാലും ഫുൾ ടൈം അച്ഛൻ ഈ വൈമേലി കൃഷ്ണൻ നായർ വീട്ടിൽ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർക്ക് രാമൻ എന്ന് പറയുന്നത് ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഞങ്ങൾ അച്ഛൻ മരിച്ചിട്ട് ഈ പറഞ്ഞ ഈ വൈമേലി കൃഷ്ണമേനൻ എന്ന് പറഞ്ഞ ആൾ വന്ന് അച്ഛൻ്റെ കാലിക്ക് വന്ന് നമസ്കരിച്ച് കിടന്ന ഒരു കിടപ്പുണ്ട്. അത് നമുക്കൊക്കെ എന്താ പറയുക, കാര്യം ജാതിയും അതൊക്കെ ഉണ്ടെങ്കിലും അവരുണ്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ആ മരിച്ച് കിടക്കുന്ന ആൾ. അല്ലെങ്കിൽ അച്ഛൻ പിന്നെ വയ്യാണ്ട് തളർന്നു പോയി അച്ഛൻ്റെ ഒരു സൈഡ്. അപ്പോൾ അത് പറയാൻ കാരണം അച്ഛൻ തളർന്നു കിടന്ന ഒരവസ്ഥയിലും അച്ഛൻ്റെ ഒരു ക്യാരക്ടർ പോലെ ചേട്ടൻ വാൽക്കണ്ണാടി എന്നൊരു ചിത്രത്തിൽ ഇങ്ങനെ ആടുകളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷൻ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കയ്യെപ്പോഴും ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയായിരുന്നു. കാരണം ഈ ഒരു സൈഡ് തളർന്നു പോയപ്പോൾ അച്ഛൻ്റെ ഒരു ആകെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ അച്ഛൻ ഈ തളർന്ന് കിടക്കുമ്പോഴും ഈ വാട്ടർ ബെഡിൽ കിടക്കുമ്പോഴും ഈ അവിടെ പണിയെടുക്കുന്ന ചിന്തകൾ മുഴുവനാണ് അച്ഛനും ഈ വാട്ടർ ബെഡിൽ കിടന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛനെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അത്രയും ഗംഭീരമായിട്ട് ചേട്ടൻ നോക്കിയിട്ടുണ്ട്. എത്രയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കിയെങ്കിലും ലാസ്റ്റ് എവിടെയൊന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വാട്ടർ ബെഡിൽ കിടക്കുമ്പോൾ അച്ഛൻ എന്നിട്ട് കിടക്കുമ്പോൾ ഈ തമ്പുരാൻ, ഞങ്ങൾ തമ്പുരാൻ എന്ന് വിളിക്കുക, തമ്പുരാൻ വന്നിട്ട് അച്ഛനെ രാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നൊരു ഒച്ചയുണ്ട്, രാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഈ ചേട്ടൻ അത് വീണ്ടും റിക്രിയേറ്റ് ചെയ്യത്. ചേട്ടൻ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോൾ രാമ എന്ന് പറയുമ്പോൾ അച്ഛന് വരെ ഇത് തമ്പുരാനാണ് വന്ന് വിളിക്കുന്നതൊരു ഫീലിലാണ് ചേട്ടൻ വിളിക്കുക. കാരണം അത്രയും ഇമിറ്റേഷൻ പവർ ചേട്ടനുണ്ടല്ലോ. അപ്പോൾ ഈ തളർന്ന് കിടക്കുന്ന ആൾ പോലും ഇങ്ങനെ ആക്ഷൻ കിടക്കുന്ന ആൾ പെട്ടെന്ന് ഈ ആക്ഷൻ കേട്ടിട്ട് മിണ്ടാടുക്ക് തമ്പുരാൻ വന്നെന്നുള്ള രീതിയിൽ മിണ്ടാടുക്ക്, എല്ലാവരോടും മിണ്ടാടുക്കാനാണ് പറയണത്. അങ്ങനെ ഈ തമ്പുരാനോട് പിന്നെ അച്ഛൻ്റെ വർത്തമാനം, ചേട്ടനും അച്ഛനും തമ്മിൽ ഈ തമ്പുരാനും രാമനും തമ്മിൽ വർത്തമാനം പറയണ പോലെയാണ് പിന്നെ വർത്തമാനം. അവസാനം ഞങ്ങൾക്കൊക്കെ വിഷമാവും, അമ്മയ്ക്കൊക്കെ വിഷമാവുമ്പോൾ മതിയുടെ എന്തിന് വെറുതെ അതിനെ കളിപ്പിക്കണേ, പാവം ഓർമ്മയില്ലാണ്ട് കിടക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ചേട്ടൻ തമ്പുരാനാവുന്നത് അച്ഛൻ്റെ നല്ല ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ആരോഗ്യമുള്ള അച്ഛനെ വർത്താനം അറിയാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ അങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അച്ഛൻ നല്ല ആരോഗ്യമുള്ള ഒരു 6 അടി വലിപ്പത്തിലുള്ളൊരു മനുഷ്യനാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോഡി. എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്നത് വരെ അച്ഛനെ ഏകദേശം 74-75 വയസ്സിലാണ്. അച്ഛൻ്റെ തലമുടി ഒന്നുപോലും നരച്ചിട്ടുണ്ടായില്ല. ഈ വീട്ടിൽ നിന്ന് ഈ ജോലിയെടുക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന എണ്ണ, അച്ഛൻ്റെ മുടി ഇങ്ങനെ വടിച്ചാൽ കിട്ടും നമുക്ക് എണ്ണ. അത് അത്രയും ഇങ്ങനെ എണ്ണ ഇപ്പോൾ ചുരുണ്ട മുടിയാണ് അച്ഛന്, അങ്ങനെ ഈരി വയ്ക്കും. അത്ര നല്ല ആരോഗ്യമാണ്. ആ ഫുഡ്, അവിടുത്തെ ഫുഡ് വിഷമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, മാമ്പഴം അതുപോലെ ചക്ക, ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ്. അച്ഛൻ വയ്യാണ്ടാവുന്നത് ഏകദേശം മണിച്ചേട്ടൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അച്ഛനോട് ഇങ്ങനെ പണിക്ക് പോകണ്ട, അങ്ങനെയാണല്ലോ, മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ കൂലി പണിക്ക് പോകണ്ട എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ എനിക്ക് അച്ഛൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴായിരിക്കും അച്ഛൻ വയ്യാണ്ടായിട്ടുണ്ടാവുക. അടുത്ത് നടന്ന സംഭവിച്ചാൽ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു തൃപ്പപ്പള്ളി ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അവിടെ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിന് ആൾക്കാർ വന്നു. അപ്പോൾ അച്ഛന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ വിചാരം ഇതെൻ്റെ മോൻ്റെ കൂട്ടുകാരാണ്, അവർ വേറെ ഏതോ സീരിയലിൻ്റെ പറഞ്ഞു. അപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വിചാരം എൻ്റെ മോൻ ഉള്ളൊരു ജോലിയാണെന്നുള്ളത് കൊണ്ട് അച്ഛൻ അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ അച്ഛൻ്റെ തോർത്തുമുണ്ട്, ഷർട്ട് ഇടില്ല അച്ഛൻ, ഇങ്ങനെ ഇവിടെ കെട്ടുള്ളൂ അച്ഛൻ, പിന്നെ മുണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ വയറ് വളരെ ഒതുങ്ങി ഇങ്ങനെ കുരുകുരാന്നൊരു ഞെറിയാണ് അച്ഛൻ്റെ വയറിൽ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഇവർക്ക് പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാന്ന് വെച്ചാൽ ഈ തൂമ്പെടുത്ത് കൊണ്ടുവന്ന് പുല്ല് ചെത്തി കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ആളപ്പോഴും പറയില്ല കേട്ടോ മണിയുടെ അച്ഛനാണെന്ന് ആൾ പറയില്ല. അപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരാണെന്ന് പറയുമ്പോൾ അതിൽ ആലോചിച്ചത് ആരെയും എൻ്റെ മോൻ ചോദിച്ചപ്പോഴാണ് അവിടെ കണ്ടു നിന്ന ആൾ പറഞ്ഞത് അത് കലാഭവൻ മണിയുടെ അച്ഛനാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഡയറക്ടർ ഓടിച്ചെന്ന് അയ്യോ ഇതെന്താ ഈ കാണണം, ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ അപ്പോഴും അങ്ങനെയൊക്കെ പണിയെടുക്കാൻ ആഗ്രഹമുള്ളവരായിരുന്നു. പക്ഷേ ചേട്ടൻ വലുതായി നമ്മളൊക്കെ പ്രാപ്തിയായതിനു ശേഷം അച്ഛനോട് പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞതിന് ശേഷം കുറേ നാളാണ് അദ്ദേഹം വെറുതെ ഇരിക്കില്ല, വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കും. പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സൈഡ് ആൾക്ക് തളർന്നു പോയത്. അങ്ങനെയാണ് അച്ഛൻ വയ്യാണ്ട്. അതുവരെ അച്ഛന് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. വെച്ചാൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും അധികം ട്രീറ്റ്മെൻറ്റുകൾ ചേട്ടൻ കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കും അച്ഛൻ അത്രയും കുറേ കാലം കൂടെ പിന്നെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അച്ഛൻ ഏകദേശം എനിക്ക് തോന്നുന്നു 2001 അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്. പിന്നെ
എന്താ പറയുക, അച്ഛൻ്റെ ഒരു ഓർമ്മ നിലനിർത്തുന്ന രീതിയിലായിരുന്നു പിന്നെ ചേട്ടൻ്റെ ഒരു യാത്ര. സാധാരണ വീടുകളിൽ നമുക്ക് അച്ഛന്മാർ മാത്രമായിരിക്കും ജോലി ചെയ്യുക, കുടുംബം പോറ്റ്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ അമ്മ ഒപ്പത്തിനൊപ്പം അമ്മയ്ക്കും കൂടെ വലിയ പ്രാധാന്യം ചില അമ്മ അതുപോലെ ജോലിക്ക് പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈമ സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ ഹോട്ടലിലെ ജോലി, അവരുടെ വീട്ടിൽ തന്നെ ഈ റൊട്ടി ഉണ്ടാക്കുന്ന ബോർബ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവിടെയും പോവും. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോയിട്ട് ഈ റൊട്ടിക്ക് വേണ്ടി നമ്മളിങ്ങനെ ക്യൂ നിൽക്കും. പക്ഷെ അതൊന്നും വാങ്ങിച്ചു തരാനോ കഴിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള അമ്മയുടെ ശക്തമായ നിബന്ധനകളുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്കാവുന്ന ജോലികൾ അമ്മ ഓരോ വീടുകളിൽ അലക്കാൻ പോവും. അലക്കാൻ പോയി ഇപ്പം ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അമ്മ വീട്ടിലേക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പഴയ അല്ലെങ്കിൽ ബട്ടൺസൊക്കെ പൊട്ടിയ അല്ലെങ്കിൽ ഷർട്ട് കീറിയ ഷർട്ടുകളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പുതിയ വസ്ത്രങ്ങൾ. എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന വെച്ചാൽ പിന്നെ അത്രയ്ക്കും വിഷമം അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വിശപ്പിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. കല്യാണ വീടുകളുണ്ടാവും, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കല്യാണ വീടുകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ സദ്യ നടക്കുന്ന ഏതെങ്കിലും വീടുണ്ടാവും. ആ വീടുകളിൽ പോയിട്ട് ഞങ്ങളെ ഇവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദ്യക്ക് വന്ന ആൾക്കാർ ഇല കൊണ്ട് കളയുന്ന സ്ഥലമുണ്ട്, കൈ കഴുകുന്ന സ്ഥലം, അവിടെയായിരിക്കും അമ്മയും ഞങ്ങളൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിച്ച് കളയുന്ന ഇലയിൽ നിന്ന് നല്ല ആഹാരങ്ങൾ മാറ്റി കറികൾ വേറെ മാറ്റി അങ്ങനെ മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ചാറായിരിക്കും, ഇതൊക്കെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ ഈ ഇത്രയും ജനങ്ങളെ ഭക്ഷണം കഴിച്ച് വന്ന ആളുകളുടെ മുമ്പിൽ അമ്മ ഒരു ചാക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇലകളിൽ മാറ്റി മാറ്റി നല്ല ചോറ്, എച്ചിലാവാത്ത ചോറുകൾ, കറികളുടെ ബാക്കി. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പിന്നത്തെ കുറച്ച് ദിവസത്തെ ഭക്ഷണം ഇതായിരിക്കും. ഇത് ചൂടാക്കി തരിക, ഈ തണുത്ത ചോറ് ചൂടാക്കി തരിക, അല്ലെങ്കിൽ ഈ കറികളൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പോൾ കേട് കൂടാണ്ട് ചൂടാക്കി ഭക്ഷണം തരിക. അപ്പോൾ അത്രയ്ക്കും നാണക്കേടല്ല മക്കളെ ഇത്രയും മക്കളെ പോറ്റി കൊണ്ടുവരാനായിട്ട് പോറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇത്രയ്ക്കും ഈ എച്ചിലിടുന്ന സ്ഥലത്ത് പോയിട്ട് പോലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭിക്ഷക്കാരൻ തന്നെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വരെ ഞങ്ങളുടെ ജീവിതം കുട്ടിക്കാലം അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. കാരണം ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഈ സദ്യ ഉണ്ണാൻ വന്നിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങൾക്കതൊന്നും ഒരു നാണക്കേടല്ല അന്ന്. അവർ വന്നു, അപ്പോൾ നമ്മളോട് ഇന്ന് അവിടെ വെച്ച് കണ്ടില്ലേ, ഞങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മളെ വിചാരം എന്താണ്, ഇത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലാണ്ട് വേറെ മോശപ്പെട്ട പണിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കൂട്ടുകാരന്മാരുടെ ഷർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയും ഇതെൻ്റെ ഷർട്ടാണെന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ വരുമ്പോൾ കളിയാക്കും. പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയം, ഞങ്ങൾക്കതൊരു ഓണക്കോടി പോലെയാണ് ഞങ്ങൾക്കന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കും ഈ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട്, കാരണം അമ്മയ്ക്കത് ചെയ്യണമായിരുന്നു. കാരണം അച്ഛന് ഇത്രയേ ജോലി ശമ്പളം അല്ലെങ്കിൽ കൂലിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയും കൂടെ ഉൾപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് മക്കളെയും കൂടെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓരോരോ വീടുകളിലും ഇങ്ങനെ ഹോട്ടലുകളിൽ വീടുകളിൽ അലക്കാൻ പോവുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സദ്യ നടക്കുന്ന വീടുകളിൽ രാത്രി മുഴുവനും പണിക്ക് പോകണം. കാരണം ഈ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും അരച്ചു കൊടുക്കാൻ പിന്നെ ബാക്കി എല്ലാ പണികളും ചെയ്യാനായിട്ട് പോവും. അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ നമ്മൾക്കൊരു കുട്ടിക്കാലം നമ്മുടെ കൂടെ അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്ന ആകെ അപ്പോഴേക്കും ഇവർ വരുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വീടിൻ്റെ അടുത്തോ എന്തെങ്കിലും സദ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കറി എന്ന് പറയുന്നത് നമ്മൾ കൊല്ലൻ മുളക് ഉണ്ടല്ലോ, ഈ ചുമന്ന മുളക്, ഇതിൽ ഉപ്പ് ചേർത്ത് അരയ്ക്കുക, അതിൽ പുളി പോലും ഇടാൻ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. നമ്മൾ ഈ പച്ച വാളംപുളി ഉണ്ടല്ലോ, ഈ പുളിയൊക്കെ ഇട്ട് ചതച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടാണ് ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഓടി വേണം സ്കൂളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഓടുമ്പോഴേക്കും നമ്മുടെ ഉള്ളൊക്കെ പുകഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, ഒരു ആഹാരം കഴിക്കാൻ ഞാൻ ചെയ്ത പണി വെച്ചാൽ സ്കൂളിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് കഴിക്കേണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ ഈ ചോറും പാത്രത്തിൽ നിന്ന് ഒരു കടലമണിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർ കാണാണ്ട് ഇതെടുക്കും. കാരണം ഇത് കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അതുപോലും നമുക്കില്ല. പിന്നെ നമ്മുടെ ചോറും പാത്രം തുറക്കുമ്പോൾ ഇപ്പം LP ഒക്കെ കഴിഞ്ഞ് വേറെ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. ചോറും പാത്രം തുറക്കുമ്പോൾ വളിച്ച മണമായിരിക്കും വരിക. കാരണം അപ്പോൾ നമുക്കിത് പേടിയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനേ തോന്നുള്ളൂ. ഇവരെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇവരെ ചോറും പാത്രം തുറക്കുമ്പോഴൊക്കെ നല്ല മണവും നമ്മുടെ ചോറും പാത്രം തുറക്കുമ്പോൾ ഭയങ്കര പൊട്ട. അപ്പോൾ നമ്മൾ പതുക്കെ തുറന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് തുറക്കുക. അപ്പോൾ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ
പക്ഷെ അന്ന് നമുക്കതൊരു വേദനയായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കൊരു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കറി കിട്ടിയാലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ വടക്കൻ അന്തോണി ചേട്ടനുണ്ട്, അവരെ അപ്പം നമുക്ക് വിശപ്പ്, ഒരു കറി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കിടന്ന കൊള്ളിക്കിഴങ്ങാണ്, കപ്പ എന്ന് പറയില്ലേ. അപ്പോൾ അവിടുത്തെ നമ്മൾ അന്തോണി ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തിയാർ അവർ ഈ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ കൊള്ളിക്കിഴങ്ങ്. അപ്പോൾ അവർ നമുക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കട കുറച്ച് ഇറക്കി വിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2-3 കഷ്ണങ്ങളൊക്കെ കൊള്ളി കിട്ടും. ഇങ്ങനെ ഈ കടകൾ വാരി കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ കൊള്ളി കഴിക്കുക. അത് വേറായിരിക്കും ചിലപ്പോൾ, അതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു മുളകരച്ചൊരു കറി പോലെ ഉണ്ടാക്കുന്നതാണ് വീട്ടിലുണ്ടാവുന്ന, എന്താ പറയുക, സ്വാദറിയാവുന്ന ഒരു കറി എന്ന് പറയുന്ന ഓർമ്മ അതാണ്. അതല്ലെങ്കിൽ ഈ ചുമന്ന മുളക് ചമ്മന്തി അരയ്ക്കുക മാത്രമാണ് അന്നത്തെ ഒരു കറി എന്ന് പറയുന്നത്. അങ്ങനെ ഈ പെൺമക്കളെ മുഴുവനും ഇങ്ങനെ നോക്കി അവരുടെ പ്രസവം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് തോന്നി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല. ആ ഇടയിലാണ് ചേട്ടൻ്റെ എന്താ പറയുക കലാരംഗത്തേക്കുള്ള ഞങ്ങളുടെയൊക്കെ വരവും കാര്യങ്ങളും അത്രയ്ക്കും ദുരിതം നിറഞ്ഞു തന്നെയായിരുന്നു. കാരണം ഈ 5 പെങ്ങന്മാരുടെയും കുടുംബങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾ കൊണ്ടുപോവുക. അമ്മയുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് ആളൂര് ഉറുമ്പൻകുന്ന് എന്ന് പറയുന്ന ദേശമാണ്, ഇരിങ്ങാലക്കുടയ്ക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ അവിടെ നിന്ന് അമ്മമ്മയും ഇതുപോലെ തന്നെ അന്ന് പാളയിലാണ് ഈ ആഹാരങ്ങൾ കൊണ്ടുവരിക. അവിടെയും വല്ല കല്യാണമോ അടിയന്തിരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്മൂമ്മ വരുന്നതും ഭയങ്കര ഓർമ്മയാണ്. അമ്മൂമ്മ ഈ അടയ്ക്കാമരത്തിൻ്റെ പാളയിൽ ഇലയിൽ ആഹാരമൊക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്ന് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ പോകുന്നതും അമ്മയുടെ വീട്ടിൽ പോകുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞങ്ങളെ കൊണ്ടുപോകില്ല, കാരണം ബസ്സിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അന്ന് പോട്ടയാണ്. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ചിലപ്പോൾ നടന്നൊക്കെ പോകാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ നടന്നു പോകും. ഒരു 6-7 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ ദൂരം അന്ന് നടന്നു പോയിട്ടാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെയും സ്ഥിതി വ്യത്യാസം, എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ്. അവിടെയും ഒരുപാട് കുടുംബാംഗങ്ങൾ ആഹാരം കഴിക്കാനില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ജീവിതം അന്ന് പോയിരുന്നത് ഈ പലവരുടെയും വീടുകളിലാണ്, അവരുടെ വീടുകളിലെ അടുക്കളകളിലാണ്, അല്ലെങ്കിൽ അവരുടെ മക്കളുകളിലെ ഷർട്ട്, എന്താ പറയുക, അടിവസ്ത്രം പോലും അവിടെ നിന്ന് കിട്ടുന്ന അടിവസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾ എന്താ പറയുക ഒരു കാലഘട്ടം ഞങ്ങളുടെ കഴിഞ്ഞു പോകുന്നത് എന്ന് പറയാം. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി 100 കണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, സഹോദരിമാർ ഞങ്ങൾക്കൊക്കെ ഒരുപാട് മൂത്തവരാണ്. ഞങ്ങൾ രണ്ടുപേരും വളരെ ലേറ്റായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫെയിലിയറായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അമ്മ പ്രഗ്നൻസി ആയപ്പോൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി, സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. സെയിം സമയത്ത് തന്നെ അയൽവക്കങ്ങളിലും ഉള്ളവരും ഇതേ പ്രക്രിയയിലൂടെ പോയിരുന്നു. അവരും പ്രഗ്നൻസിയായി. അപ്പോഴാണ് ഈ നിരോധന മാർഗ്ഗങ്ങൾ ശരിയായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ലേറ്റായിട്ടാണ് മണിച്ചേട്ടനും ഞാനും ഇവർക്ക് ചേച്ചിമാർക്കൊക്കെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായത്. അപ്പോൾ
ചേച്ചിമാരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിമാർ പറഞ്ഞു കേൾക്കുന്ന എന്നെ പ്രസവിക്കാൻ വേണ്ടി പോകുമ്പോൾ ചേച്ചിമാർ സ്കൂൾ വിട്ട് വരികയായിരുന്നു അത്രേ. വരുന്ന സമയത്ത് അമ്മേനെ പണ്ട് ഇങ്ങനെ നമ്മുടെ ഈ മരത്തിൻ്റെ കസേര ഉണ്ടല്ലോ, ആ കസേരയിൽ ഇരുത്തി അമ്മ പ്രസവവേദന അനുഭവിച്ചിട്ട് ഇങ്ങനെ തോളിൽ ഇങ്ങനെ തണ്ടായം വെച്ചിട്ട് ഇങ്ങനെ മുളയിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചിമാരും മണിച്ചേട്ടനും കൂടി പിന്നിക്കൂടെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞ് ഓടി വരികയും അങ്ങനെ ഒരു എന്താ പറയുക ചെറിയ കുട്ടിയായി ഇവരുടെ ഇടയിൽ ഒരു ചേട്ടൻ അച്ഛൻ മണിച്ചേട്ടന് നമ്മളോടൊക്കെ ഒരു അച്ഛൻ്റെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പരിഗണനയും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണമൊക്കെയാണ് എനിക്ക് മണിച്ചേട്ടൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ മൂത്ത ചേച്ചിയുടെ മകളും മണിച്ചേട്ടനും ഒരേ ഏജാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മൂത്ത ചേച്ചിയുടെ മക്കളെക്കാളും ഒരുപാട് താഴെയാണ് ഞാനും ഉള്ളത്. അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അതായത് അത്രയും സ്നേഹബന്ധവും കുടുംബം നിറയെ ആൾക്കാരും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് വലിയൊരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഇത്രയും എന്താ പറയുക ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾക്ക് വരെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പം എന്താ പറയുക ഈ ആഹാരക്രമം കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ പണ്ട് ചാലക്കുടി പള്ളിയിൽ മണിയടിക്കുമ്പോൾ വെച്ചാൽ ഈ മരിച്ച ആൾക്കാരുടെ ആ ക്രിയയ്ക്ക് വേണ്ടിയിട്ട് മരിച്ച കുടുംബാംഗങ്ങൾ അവരുടെ ഏഴിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ അരി കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഈ മണിയടി കേൾക്കുമ്പോൾ ഞാനും ചേട്ടനൊക്കെ ഓടിപ്പോയി സഞ്ചി കൊണ്ടുപോയി നിൽക്കും വരി നിന്നിട്ട്. കാരണം ഒരാൾ മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, വീട്ടിലേക്ക് ഒരുപാട് അംഗങ്ങളല്ല. അപ്പോൾ ഞങ്ങൾ 2 പേര് കൂടി ഒരു കുടുംബത്തേക്ക് ഒരാൾക്ക് കൊടുക്കുള്ളൂ. പക്ഷേ ഞങ്ങൾ മാറി മാറി നിന്നിട്ടാണ് ഈ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന അരിയൊക്കെ വരിയിൽ നിന്ന് വാങ്ങിക്കുക. പിന്നെ എന്താ പറയുക ചാലക്കുടിയിലെ തന്നെ ഒരുപാട് സംഘടന, ഇപ്പോൾ CLC CYM എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഘടനകളുണ്ട്. സംഘടനകളിൽ നിന്ന് കിട്ടുന്ന പാഠപുസ്തകങ്ങൾ, അങ്ങനെയുള്ള യൂണിഫോമുകൾ ഒക്കെയാണ് ഞാൻ ഒരു എന്താ പറയുക നമ്മളെ ട്രൗസറിൻ്റെ ഒക്കെ മൂട് കീറിയിട്ട് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഈ സഹായധനം വാങ്ങിക്കാൻ വേണ്ടി കയറാൻ നമുക്ക് മടിയായിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ച് കയറിയ ഒരു കാലഘട്ടങ്ങളൊക്കെ ഓർമ്മ വരിക. കാരണം ഒരു ട്രൗസറിന് മറ്റൊരു ട്രൗസർ മാറ്റിയിടാൻ പറ്റാത്ത ഒരു കുട്ടിക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ ഒരു പഴയ ചിത്രം എനിക്ക് ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ആ ഒരു പഴയ കാലത്തെ ഒരു ഷർട്ടും അതൊക്കെ അന്നത്തെ ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതൊക്കെ പിന്നീട് ഇതിനൊക്കെ ഒരു ഈ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഈ വസ്ത്രത്തിൻ്റെ കുറവും ഒക്കെ നമുക്ക് പിന്നീട് ഉണ്ടായപ്പോൾ അത് എല്ലാവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ചേട്ടൻ നമുക്കൊക്കെ ഉണ്ടാക്കി. നമ്മൾക്ക് വയറ് നിറച്ച ആഹാരം, അതുപോലെ തന്നെ എവിടെയൊക്കെ യാത്രയ്ക്ക് പോകണം അല്ലെങ്കിൽ എവിടെയൊക്കെ പഠിക്കണം, എന്തൊക്കെ വസ്ത്രങ്ങൾ വേണം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു കുട്ടിക്കാലത്തുണ്ടായ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് മണിച്ചേട്ടൻ പിന്നീട് നിലനിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ലോകർക്ക് മുഴുവനും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ആളായിട്ട് മാറാനുള്ള കാരണം അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് പറയാറുണ്ട്, നമുക്ക് കാരണവന്മാരൊക്കെ ചെയ്യണ പോലെ മദ്യപിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പാടില്ല, നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് കലാരംഗത്ത് നല്ല പേരും പ്രശസ്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും ഞാനും എന്താ പറയുക അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജീവിതമായിരുന്നത്. അതുപോലെ തന്നെ ചേട്ടൻ കുട്ടിക്കാലത്ത് എന്താ പറയുക മദ്യപിക്കാനോ അല്ലെങ്കിൽ പുകവലിക്കാനോ, ഒരു പുകവലിക്കുന്ന ആളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലും ആൾക്ക് ഇഷ്ടമല്ല, അത്രയ്ക്കും വിരോധമായിരുന്നു ഇത്തരം കാര്യങ്ങളോടൊക്കെ. പക്ഷേ ചേട്ടൻ എനിക്ക് തോന്നുന്നു സിനിമയിൽ കയറി കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഇങ്ങനെ ബിയറൊക്കെ കഴിച്ചു തുടങ്ങിയത്. ഇപ്പം ആളുകളൊക്കെ പറയുന്നതുപോലെ വലിയൊരു മദ്യപാനിയോ അങ്ങനെയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ വല്ലാണ്ട് നവമാധ്യമങ്ങളോട് പറയുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കലാരംഗം കെട്ടിപ്പടുത്ത് കൊണ്ടുവരാനായിട്ട് കുട്ടിക്കാലത്ത് ഈ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചിട്ട് വളരെയധികം പാടുപെട്ടിട്ടാണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ജുറാസിക് പാർക്കായാലും ചേട്ടൻ മിമിക്രി മോണാക്ട് രംഗത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്ന് മിമിക്രി കലാകാരന്മാരിൽ നിന്നും വേറിട്ടൊരു കലാകാരനാവുന്നത് അത്തരത്തിലുള്ള കലാരംഗത്ത് ഉന്നതിയിലെത്തണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. ചേട്ടൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ആ സ്വഭാവം. അതായത് എൻ്റെ അമ്മ എന്ന് പറയുന്നത് വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെന്ന് ഇവർക്ക് ഭയങ്കര ഇൻഡ്യൂഷനിൽ അറിയാൻ പറ്റും. നമ്മൾക്ക് ഒരുപാട് സമയങ്ങളിൽ നമുക്കത് അനുഭവസ്ഥനാണ്. വീട്ടിൽ ആരെങ്കിലും വരുന്നു തോന്നിക്കഴിഞ്ഞാൽ അമ്മ സാധാരണ വയ്ക്കുന്ന ഈ ചെറിയ കലം മാറ്റി വെച്ചിട്ട് വലിയൊരു കലത്തിൽ ചോറൊക്കെ ഇട്ട് വയ്ക്കും. പക്ഷേ അതൊരിക്കലും വേസ്റ്റ് ആവാറില്ല. എന്നുവെച്ചാൽ അതൊരു ഭയങ്കര ഒരു ദൈവാധീനം അല്ലെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയില്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിൽ
ഇത് ഉണ്ണാനായിട്ടുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് അമ്മ കൊടുക്കും. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരാണ്. വീട്ടിൽ ആര് വന്നാലും, ഇപ്പം ഭിക്ഷക്കാർ പോലും വന്നാലും അച്ഛനും അമ്മയും അകത്ത് കയറ്റിയിരുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് തന്നെയാണ് മണിച്ചേട്ടൻ പിന്നീട് നമ്മുടെ ആളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ആൾ ഇപ്പോൾ ലൊക്കേഷനിൽ പോയാലും അല്ലെങ്കിൽ വേറെ പാടിയിലായാലും ആളുടെ പ്രധാന ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ആഹാരങ്ങൾ ടേസ്റ്റ് ഉണ്ടാക്കുക. ഒരു പക്ഷേ അതിൽ നിന്നൊരു കഷ്ണം പോലും എടുത്ത് ചേട്ടൻ കഴിക്കില്ല. അത് അവർക്ക് വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കതിൻ്റെ ഒരു ഓർമ്മ വരുന്നത്, ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത്, ഞാൻ ചേട്ടൻ്റെ കൂടെ ആകെ യാത്ര ചെയ്തിട്ടുള്ളത് ഈ ശബരിമലയ്ക്ക് യാത്ര പോകുന്നത്. അപ്പോൾ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ ഒരു സിനിമയുടെ മേഖലയിലേക്ക് അങ്ങനെ എത്തിപ്പോയിട്ടില്ല ആളുടെ കൂടെ. ഞാൻ ആകെ പോയിട്ടുള്ളത്, ഏറ്റവും ആദ്യം ചേട്ടൻ എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയത് തമാശയാണ്, വേറൊന്നുമല്ല. അദ്ദേഹം ഒരു അംബാസിഡർ കാറാണ് ആദ്യമായിട്ട് മണിച്ചേട്ടൻ സ്വന്തമാക്കുന്നത്. ഈ അംബാസിഡർ കാറ് വാങ്ങിച്ചിട്ട് അന്നത്തെ ഷൂട്ടിങ് തൃപ്രയാറായിരുന്നു. ഷൂട്ടിങ് അമ്പലത്തിനടുത്ത് ഒരു വീട്ടിലായിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു, നീയും കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് ഈ അംബാസിഡർ കാറിൽ എന്നെയും കൂടെ കയറ്റിയിരുത്തിയിട്ട് പോയി. അപ്പോൾ അവിടേക്കാണ് VM വിനു സാറ് സംവിധാനം ചെയ്യുന്ന, അന്ന് ആ പടത്തിൻ്റെ പേര് ന്യൂസ് പേപ്പർ ബോയ് എന്ന് എന്തോ ആയിരുന്നു. പിന്നീട് അത് ഓരോ വിളിയും കാതോർത്ത് എന്ന സിനിമയായിട്ട് റിലീസായത്. അപ്പോൾ അതിലേക്ക് പോയ സമയത്ത് ഈ വണ്ടി സ്റ്റക്കായി, ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ലാസ്റ്റ് എന്നെ നീ ഉന്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ വണ്ടി ഉന്താണ്. തൃപ്രയാറിന് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് സമയം വൈകി, അങ്ങനെ വണ്ടി ഉന്തി കൊടുക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വണ്ടി എപ്പോഴെങ്കിലും നിൽക്കും, വണ്ടി ഉന്താൻ വേണ്ടി ഒരാൾ വേണം. അങ്ങനെയാണ് ഈ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നതും. അങ്ങനെ അവിടുത്തെ അപ്പം അന്ന് സുകുമാരിയമ്മ, പപ്പു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നർത്തകനെന്ന് പറഞ്ഞപ്പോൾ സുകുമാരിയമ്മ എന്നെ അവിടെ ആ ലൊക്കേഷനിൽ അവരിരുന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കളിപ്പിച്ച് നോക്കി. സുകുമാരിയമ്മയുടെ കയ്യിൽ എപ്പോഴും നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്ന് അനുഗ്രഹിച്ചു. വലിയ കലാകാരനായിട്ട് വരും, നല്ല ആർട്ടിസ്റ്റായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ എന്താ പറയുക, വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെ ഇപ്പോൾ വണ്ടികൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കരിയർ മെച്ചപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും താഴേക്കടയിൽ നിന്ന് തന്നെയാണ്. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്നു, പിന്നെ അതിൻ്റെ ഒരു പുതുമയിലേക്ക് വന്നു. ഇവയൊക്കെ ആൾ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടാണ് ആൾ കൊണ്ടു നടക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാഹനങ്ങളെന്ന് പറയുന്നത് ലാംബർട്ട് ഓട്ടോറിക്ഷയാണ്. ഇപ്പം അവിടെ മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ശരിക്കും അത് ചേട്ടൻ്റെ ഓട്ടോറിക്ഷയല്ല, ചേട്ടൻ്റെ ഒരു മോഹമായിരുന്നു ആ ഒരു ഓട്ടോറിക്ഷ. ചേട്ടൻ ആദ്യം ഓടിച്ചിരുന്നത് ലാംബർട്ട് ഓട്ടോറിക്ഷകളായിരുന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊട്ടടുത്തുള്ള നമ്മുടെ മുസ്തഫ സൺസ് എന്ന് പറയും, അവിടെ നമ്മുടെ വീടിന് താമസിക്കുന്ന ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ഈ ചേട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് ഓടിപ്പിക്കാൻ കൊടുക്കും. അത് ഓട്ടോ ഓടി കൃത്യമായിട്ട് അതിൻ്റെ ശമ്പളം അവർക്ക് കൊണ്ടു കൊടുക്കുകയും ഈ ഓട്ടോയിൽ തന്നെ മണിച്ചേട്ടൻ തുണിക്കച്ചവടവും അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഈ മാംഗോസ്റ്റിൻ പോലെയുള്ള ഈ പഴക്കച്ചവടവും ഒക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വണ്ടി വളരെ പുത്തനായിട്ട് നോക്കുക എന്നുള്ള ചേട്ടന് വണ്ടി വളരെ ഹോബിയായിരുന്നു. അതുപോലെ തന്നെ വണ്ടീനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നൊരു ഇഷ്ടം കൂടി ചേട്ടനുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയത്, ചേട്ടന് ഈ അംബാസിഡർ കാറിന് ശേഷം ഒരു മാരുതി സെൻ ഒരു വണ്ടി എടുത്തിരുന്നു. അങ്ങനെ ഈ സെൻ കുറേ കാലം ഓടി. ഈ സെൻ കാറ് പിന്നെ കച്ചവടത്തിനായിട്ട് കൊടുത്ത സമയത്ത് ചേട്ടൻ അതിനെ തുടച്ച്, നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയെ പോലെ ഒരു കുട്ടീനെ അങ്ങനെ കുളിപ്പിക്കും, അതുപോലെയൊക്കെ കുളിപ്പിച്ച് ചേട്ടൻ ഈ വണ്ടി വാങ്ങിക്കാൻ ആൾ വന്നപ്പോൾ, താക്കോല് വാങ്ങിക്കാൻ ആൾ വന്നപ്പോൾ താക്കോല് കൊടുത്ത് ചേട്ടൻ ഇങ്ങോട്ട് മാറിയ സമയത്ത് ഈ വണ്ടിയുടെ ഒരു സൈഡിൽ ചേട്ടൻ്റെ മുണ്ട് ഇങ്ങനെ കൊളത്തി പിടിച്ചു. ശരിക്കും വണ്ടി ഇങ്ങനെ കൈമ പിടിച്ച് വലിക്കുന്ന ഒരു ഫീലായിരുന്നു. അപ്പം തന്നെ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ദയവ് ചെയ്ത് നീ ആ താക്കോൽ എനിക്ക് തരണം, ഞാൻ ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത്രയ്ക്കും വണ്ടീനെയും ആയാലും മനുഷ്യരോടായാലും അത്രയ്ക്ക് ആത്മാർത്ഥതയോടു കൂടി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു മണിച്ചേട്ടൻ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു ആരവം വരുന്നുണ്ട്, ആരോ വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നു, കൈയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞ് വേദിയിലേക്ക് വന്നപ്പോഴാണ് മണിച്ചേട്ടൻ വന്ന് നിൽക്കുക. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നുമല്ല, എനിക്ക് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് പൈസ ഇല്ല. അപ്പോൾ ചേട്ടനോട് പൈസ ചോദിക്കാവുന്ന സന്തോഷമാണ് ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംഭവം. പക്ഷേ ആള് ഈ സമ്മാനദാനത്തിന്, അപ്പോൾ എന്നെ അന്ന് ഈ സമ്മാനം കലാപ്രതിഭ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തോളിലൊക്കെ ഏറ്റിയ ആൾക്കാർ രാമ രാജകുമാര, RLVയുടെ രാജകുമാര എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചെന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വട്ടം പിടിച്ച് ചേട്ടൻ ഒരുപാട് നേരം അങ്ങനെ മുറുകി പിടിച്ച് നിൽക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ
കണ്ണീര് വീണത് എനിക്കത് ഫീൽ ചെയ്യാം, എൻ്റെ തലയിലേക്ക് വീഴണങ്ങനെ.